ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ കുറ്റം സംബന്ധിച്ച പ്രതികൾ ഭാവഭേദങ്ങളൊന്നുമില്ലാതെയാണ് തട്ടിപ്പ് നടത്തിയ രീതി പ്രതികൾ വിവരിക്കുന്നത്. കുറ്റം സംബന്ധിക്കുന്ന ദൃശ്യം മീഡിയ വൺ ലഭിച്ചു. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിന് വേണ്ടി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. അപ്പോഴേ ഈ ബുക്ക് നമ്മളെ കൃഷ്ണനാഥ് പറഞ്ഞാൽ വിജിൻ വായന്തോട് വിവരങ്ങൾ അയച്ചിരുന്നു. വിജിൻ, പോലീസ് എന്താണ് ചോദിക്കുന്നത്, ഇവരെന്താണ് പറയുന്നത്? അജിംസ്, ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ കവടിയാർ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളായ 2 പ്രതികളെ സ്ഥാപനത്തിൽ തന്നെ എത്തിച്ചാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ നേരത്തെ ഈ തട്ടിപ്പ് നടത്തിയ ക്രമക്കേട് നടത്തിയത് പൂർണ്ണമായും പ്രതികൾ വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു, പുനരാവിഷ്കരിക്കുകയായിരുന്നു സത്യത്തിൽ ചെയ്തത്. ക്രൈംബ്രാഞ്ച് സംഘം ഇവരോട് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഈ മാസ്ക് ധരിച്ചിരിക്കുന്ന വിനീത, ഒപ്പം തന്നെ രാധാമണി എന്നീ 2 പ്രതികൾ അവർ രണ്ടുപേരും എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ എത്തിയ കസ്റ്റമേഴ്സിൽ നിന്നും അവർ പണം കൈപ്പറ്റിയത്, QR കോഡ് മാറ്റിവെച്ച് അതിനുശേഷം അവരുടെ ഫോണിലേക്ക് QR കോഡ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപ അങ്ങനെ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. 4 പേരുടെയും അക്കൗണ്ടിലേക്ക് എത്തി. അതിൽ 2 പേരാണ് ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരുന്നത്. അവരെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തത്. ഇപ്പോൾ തെളിവെടുപ്പ് നിലവിൽ കവടിയാറിലെ ഈ സ്ഥാപനത്തിലെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇവരുമായി കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. ഒപ്പം തന്നെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജീവനക്കാരിൽ നിന്ന് അവരുടെ സാക്ഷിമൊഴികൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ജീവനക്കാർ തന്നെയായിരുന്നു സ്ഥാപനത്തിൽ എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവരിൽ നിന്നും ചോദിച്ച് ക്രൈംബ്രാഞ്ച് സംഘം മനസ്സിലാക്കിയത്. നേരത്തെ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിയത് എന്നത് പോലീസ് സംഘവും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും മനസ്സിലാക്കിയിരുന്നു. അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ഒപ്പം തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിശദമായ ഒരു പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ പ്രതികൾ ഇവർ തന്നെയാണ് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എത്തിയത് എന്ന് ഈ ക്രൈംബ്രാഞ്ച് സംഘം മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഈ പ്രതികൾ പറഞ്ഞത് അത് ദിയാകൃഷ്ണൻ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവരെ വിശദമായ മൊഴിയും ഒപ്പം തന്നെ ദിയാകൃഷ്ണയിൽ നിന്നുള്ള മൊഴിയും ഉൾപ്പെടെ ശേഖരിച്ചതിൽ നിന്ന് അങ്ങനെയല്ല ഇക്കാര്യത്തിൽ പ്രതികൾ പണം ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തി കൈപ്പറ്റുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 4 പ്രതികൾക്ക് വേണ്ടിയും ക്രൈംബ്രാഞ്ച് സംഘം വലിയ തരത്തിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേസ് വന്നതു മുതൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിന് മുമ്പേ തന്നെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷമാണ് 2 പ്രതികൾ കീഴടങ്ങിയത്. വിനീത, രാധാമണി എന്നിവരാണ് കീഴടങ്ങിയത്. അവരുമായാണ് ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടത്തിയത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ നടത്തിയ രീതി ഉൾപ്പെടെ പൂർണ്ണമായും പോലീസിന് വീഡിയോയിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ ഏത് രീതിയിൽ നടത്തിയെന്ന കാര്യങ്ങൾ ഓരോന്നും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ DYSP ആയിട്ടുള്ള തലവന് വിശദീകരിച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജിംസ.